വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുടെ ബന്ധുക്കളെ ഉൾപ്പെടുത്തി ജനകീയ തെരച്ചിൽ. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരിൽ 190 പേർ തെരച്ചിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ജനപ്രതിനിധികൾ, NDRF, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ സംഘത്തിനൊപ്പം ഇവരും തെരച്ചിലിൽ പങ്കാളികളാകുകയാണ്. ആവശ്യമെങ്കിൽ മറ്റൊരു ദിവസം ജനകീയ തെരച്ചിൽ തുടരുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടികയിൽ 131 പേരാണുള്ളത്. ഇവരിൽ കൂടുതൽ പേരും പുഞ്ചരിമട്ടം, മുണ്ടക്കൈ, സ്കൂൾ റോഡ് ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റും കഴിയുന്നവരുടെ അടിയന്തര പുനരധിവാസത്തിനായി 27 PWD ക്വാർട്ടേഴ്സുകളും മറ്റ് സർക്കാർ വകുപ്പുകളുടെ ക്വാർട്ടേഴ്സുകളും സ്വകാര്യ വ്യക്തികളുടെ വീടുകളും ഉൾപ്പെടെ 100ഓളം കെട്ടിടങ്ങൾ സജ്ജമായി കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. ഇവിടെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളും ശുചീകരണ പ്രവർത്തനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ദുരന്ത മേഖലകളിലെ രക്ഷാതിരച്ചിൽ ദൌത്യത്തിന് ശേഷം മടങ്ങുന്ന സൈനികർക്ക് വികാരനിർഭരമായ യാത്രയയപ്പാണ് വ്യാഴാഴ്ച നൽകിയത്. ഡൌൺസ്ട്രീം തെരച്ചിലിനായുള്ള ടീം ഉൾപ്പെടെ 36 അംഗ സൈനിക സംഘം വയനാട്ടിൽ തുടരും. ദുരന്ത മേഖലയിൽ എത്തിയതു മുതൽ മറ്റ് ദൌത്യ സംഘങ്ങൾക്കൊപ്പം വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് സൈനികർ നടത്തിയത്. അവർക്കു വേണ്ട എല്ലാ പിന്തുണയും നമുക്ക് നൽകാൻ സാധിച്ചു. സർക്കാരിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണയിലും സ്നേഹത്തിലും ഏറെ സന്തുഷ്ടരായാണ് സൈനികർ തിരികെ പോയത്. രക്ഷാതിരച്ചിൽ ദൌത്യങ്ങളിൽ ഒറ്റ മനസ്സും ശരീരവുമായി പ്രവർത്തിച്ച സൈനികർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കേരള ജനതയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു. സൺറൈസ് വാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി ഇതിനകം 4000-ലേറെ കൌൺസിലിംഗ് സെഷനുകൾ നൽകാനായി. വ്യാഴാഴ്ച മാത്രം 368 പേർക്കാണ് കൌൺസിലിംഗ് നൽകിയത്. വരും ദിവസങ്ങളിലും കൌൺസിലിംഗ് നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തും. ക്യാമ്പുകളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും വായനാ പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികളും ഉൾപ്പെടെ എത്തിച്ചു നൽകാനായതും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.